ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷുവൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ബർത്ത്ഡേ വരുന്നത്. ഏപ്രിൽ 24-നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഇപ്രാവശ്യം നാട്ടിലാണ് കേട്ടോ ആഘോഷിച്ചത്. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഹൗസ് വാമിങ് ഫെബ്രുവരിയിലായിരുന്നു. ആ സമയത്ത് ഞാൻ നാട്ടിൽ പോയി. പക്ഷേ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ച് വേഗം തന്നെ വീട്ടിലോട്ട് പോന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ബർത്ത്ഡേയുടെ ആ സമയം വിഷുവൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സമയത്താണ് നാട്ടിലോട്ട് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലായിരുന്നു ബർത്ത്ഡേ ആഘോഷമൊക്കെ. അപ്പോൾ നമ്മൾ രാത്രിയാണ് കേട്ടോ അവിടെ ആഘോഷിച്ചത്. ഫുഡൊക്കെ അവിടെ ഉണ്ടാക്കി അങ്ങനെ ഒരു അടിപൊളിയായിരുന്നു. അപ്പോൾ വിഷു കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പടക്കമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ച് എൻ്റെ മോളുള്ള കാരണം നമുക്ക് പടക്കം എല്ലാവരുടെ കൂടെ പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ അന്ന് ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചു. ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. രാവിലെ അമ്പലത്തിലൊക്കെ പോവുക, പിന്നെ എൻ്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ചില്ല് ചെയ്തിട്ട് വൈകുന്നേരം അനിയത്തിൻ്റെ വീട്ടിലോട്ട് വന്ന് ഇവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്ത് കേക്കൊക്കെ വാങ്ങിച്ച് ഇവിടെയാണ് ബാക്കി പരിപാടി കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തി കേക്കിൽ മെഴുതിരിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണ്. പിന്നെ പോപ്സിക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. കേക്കിനെക്കാട്ടും കൂടുതൽ അത് കഴിക്കാനുള്ള ഒരു ആക്രാന്തത്തിലായിരുന്നു ഞാനും എൻ്റെ മോളും കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കേക്കൊക്കെ മുറിച്ച് കേക്കൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ പോപ്സിക്കിൾ തിന്നാനുള്ള ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര ഒരു മത്തടിച്ച പോലെയായിരുന്നു. അവർക്ക് ഈ സാധനം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതിന്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കേക്കൊക്കെ കഴിച്ചെല്ലാം കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു മതിയായതുപോലെയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കാരണം വെജിറ്റബിൾ ബിരിയാണി മിക്കപ്പോഴും എല്ലാവരും ഉണ്ടാക്കുമ്പോൾ കുളമാകാറുണ്ട്, വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവാറില്ലായിരിക്കും. ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഒരു കൈപ്പിടിയോളം കുറച്ച് ഗ്രീൻ പീസ് ഒരു 2 വിസിലൊക്കെ വെച്ചിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചത്. അതേപോലെ നമുക്ക് ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് കുഞ്ഞ് ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു 3 ബീൻസ്, പിന്നെ ഒരുവിധം എന്താ പറയുക ഇടത്തരം വലിയ ഒറ്റൊരു സവാള അത് ഇതേക്കാൻ കുറച്ചിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രഷ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബിരിയാണി പോട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെത്. അപ്പോൾ ആദ്യം ഞാനിതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്യാം. പക്ഷേ എനിക്ക് നെയ്യിൻ്റെ ഒരുപാട് ആ ഒരു സ്മെല്ല് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യണ ഈ ഒരു ബിരിയാണി പോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇൻഡസ് വാലി എന്നുള്ളൊരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബിരിയാണി പോട്ടാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ബിരിയാണി പോട്ടാണ്. നല്ല ക്വാളിറ്റിയാണ്, അതായത് പ്രീമിയം ക്വാളിറ്റിയാണ്. നല്ല അടികട്ടിയൊക്കെ ഉള്ള ഒരു പാത്രം എന്നൊക്കെ പറയുന്നത്. നമുക്കിത് കാസ്ട്രോളായിട്ട് യൂസ് ചെയ്യാം, ബിരിയാണി പോട്ടായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് അത്യാവശ്യം അടികട്ടിയുള്ള ഒരു പാത്രം ആയതുകൊണ്ട് നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും ഇപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിലുണ്ടാക്കാം കേട്ടോ. നല്ലൊരു ഇതാണ്. പിന്നെ ഇതിന് മൂടിയുണ്ട്, ഞാൻ കാണിച്ചു തന്നില്ലേ ഫസ്റ്റ് തന്നെ. ഇതിന് മൂടിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു സംഭവം നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം കശുവണ്ടി മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് വറുത്ത് കോരുക കേട്ടോ. എൻ്റെ ഇവിടെ കശുവണ്ടി മുന്തിരിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വലിച്ചു വാരി നമ്മൾ ഒരുപാട് സവാള, ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം ഇത്തിരിച്ച് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഹസ്ബൻഡ് മോക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 3 പേർക്കുള്ള ഫുഡാണ്. ഞങ്ങൾക്ക് 2 നേരത്തേക്ക് അത്ര മതി, ധാരാളമാണ് എനിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻഡസ് വാലി ബ്രാൻഡിൻ്റെ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഇപ്പോൾ കുറേ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ, അതേപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ കൂടുതലും വാങ്ങിക്കണത്. ക്യാഷ് ഓൺ ഡെലിവറിയൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ 7 days റിട്ടേൺ പോളിസിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടർബോ കുക്ക് ട്രിപ്പിൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കാസ്ട്രോൾ അല്ലെങ്കിൽ ബിരിയാണി കുക്കിംഗ് പോട്ട് കേട്ടോ. ഇതൊരു 2.9 ലിറ്റർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് 2599 റുപ്പീസാണ്. കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കൂടി വാങ്ങിക്കാം, അതായത് ഓഫർ പ്രൈസിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ കൂപ്പൺ കോഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സുമി 12 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് അവരുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വെബ്സൈറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ആ ഒരു എണ്ണയും നെയ്യും ചൂടായതിന് ശേഷം പട്ടയും കറിയാമ്പൊക്കെ ഇട്ടു. അതൊന്ന് മുരിഞ്ഞ് ആ ഒരു സ്മെല്ല് വരുന്നതായിട്ട് അപ്പോഴേക്കും നമ്മൾ ഊറ്റി വെച്ചേക്കണം, അതായത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചേക്കുന്ന 2 ഗ്ലാസ് കൈമ റൈസ്
ആ ഒരു ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു നെയ്യിൻ്റെയും പട്ടയും കറിയാമ്പൊക്കെ മുരിഞ്ഞ ആ ഒരു ഫ്ലേവറില്ലേ അരിയിലോട്ട് നന്നായിട്ട് പിടിക്കും നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അതിനുശേഷം നമ്മൾ അളന്ന് തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം അതിലോട്ട് ഒഴിച്ചു. ഇപ്പോൾ 2 ഗ്ലാസ്സിന് ഒരു 4 ഗ്ലാസ് വെള്ളം ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കൊണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ ഒരു പകുതി ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ നീര് എൻ്റെ കയ്യിലില്ല കേട്ടോ, ചെറുനാരങ്ങയെ വീട്ടിലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എപ്പോഴും ഇത്തിരി മുൻകൂട്ടി നിൽക്കണം, എന്നാലേ ആ ഒരു അരിക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേഗം ഇടണം, കുറേ കഴിയരുത്, കാരണം ഈ അരി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിട്ടിട്ട് തിളച്ചതിന് ശേഷം തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ കുറച്ചേരം മൂടി വെച്ചപ്പോൾ തന്നെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ആ ഒരു അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ആയിക്കോളും. ഇനി നമുക്ക് ആ ഒരു മസാല റെഡിയാക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒറ്റൊരു സവാളയാണ് എടുത്തത്. അതിൽ കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തു. ബാക്കി എടുത്ത സവാള അതായത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് കൂടി നമ്മൾ അധികം ഇടുന്നില്ല, പച്ചമുളകിൻ്റെ എരിവാണ് മുൻകൂട്ടി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് 3, 4, 5 ഒക്കെ എടുക്കുക കേട്ടോ. ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഒരു മീഡിയം, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മതി. അതിലോട്ട് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പേരിന് ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. പച്ചമുളകിന് നല്ല എരിവുണ്ടെങ്കിൽ നമുക്ക് ഈ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ പച്ചമുളകിന് ഒരു മീഡിയം എരിവേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ഇത്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ളത് പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ. അതും ഇതേപോലെ ഒരു 1/4 ടീസ്പൂൺ, ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി പെരിഞ്ജീരകം മാത്രം പൊടിച്ചത്. അപ്പോൾ എനിക്കിത് ഇത്തിരി കുറവായിട്ട് തോന്നിയുകൊണ്ട് ഞാനൊരു ഇത്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. പെരിഞ്ജീരകം ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതേപോലെ തന്നെ ഗരം മസാല പൊടിച്ചത്, അതൊരു 1/4 ടീസ്പൂൺ തന്നെ, കുറച്ച് മതി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ അതെല്ലാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. ഇതിൽ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണില്ലേ ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട് മസാലയുടെ. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് മല്ലിച്ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ തൈരിന് നല്ല പുളിപ്പുണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കണ്ട. പകരം തൈരിന് വലിയ പുളിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി, ഒരു പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ പഴുത്ത തക്കാളി ഒന്നാമത് ഇല്ല. രണ്ടാമത്തെ കാര്യം ഉള്ളത് ഒരു പച്ച തക്കാളിയാണ്, നല്ല പുളിപ്പാണ്, അതുകൊണ്ട് ഞാൻ തക്കാളി ചേർത്തിട്ടില്ല. അപ്പോൾ അത് നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ആ സവാള വഴറ്റിയ സമയത്ത് നിങ്ങൾക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഞാനിട്ട് അത് ചേർക്കുന്നില്ല, ഞാൻ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈരിന് അത്യാവശ്യം പുളിയുള്ളതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മൊരിച്ചെടുക്കുക, ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ആ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് വെച്ചേക്കുന്ന പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഇത് 3 വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സോയാബീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തതൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരുപാട് ഹെവി ആക്കാനുള്ള ഗ്രീൻ പീസൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി, അതൊന്നും ചേർത്തില്ല കേട്ടോ. സോയാബീനൊക്കെ ഇടാട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ആ ഒരു ഗ്രീൻ പീസ് ഇല്ലേ, അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു, എനിക്ക് ഇഷ്ടമുണ്ട് ഗ്രീൻ പീസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു പിടിയൊക്കെ മതി, ഇതിപ്പോൾ 2 പിടിയോളം ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇതിലോട്ടൊക്കെ ആ ഒരു മസാല പിടിക്കാൻ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 1 ഗ്ലാസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യം ഒന്ന് തിളപ്പിക്കുക വെള്ളം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക. ആ ഒരു പച്ചക്കറികളൊക്കെ വേവാനാണ്, കാരണം ഗ്രീൻ പീസ് ഓൾറെഡി 2 വിസിൽ വെന്തതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ 2 വിസിലുകൊണ്ട് ഓഫാക്കി. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റി. ഇത് മതി. നിങ്ങൾക്ക് ഇത്തിരി ഗ്രേവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ആദ്യം തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ പക്ക പെർഫെക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ദം ചെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല, ഗ്യാസ് ഓഫാക്കുകയാണേ. ഇനി നമുക്ക് ദം ചെയ്യാം. ഇത് ഞാൻ വീട്ടിൽ ഉള്ളതിനനുസരിച്ച് ചെറിയ ചെറിയ രീതിയിലൊക്കെയാണ്. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല, എങ്കിലും ഞാൻ ഉള്ളത് കൊണ്ട് ചെയ്യുകയാണ്. കാരണം പുതിന ഇല ഇല്ല, പിന്നെ ചെറുനാരങ്ങ നീരില്ല, അപ്പോൾ ഉള്ളത് കൊണ്ടൊക്കെ ചെയ്യണം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മുടെ കയ്യിലൊക്കെ എന്തായാലും ഇത്രയും ഇൻഗ്രീഡിയൻസ് വീട്ടിലെപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഉള്ള സമയത്ത് ചെയ്യാൻ പറ്റുള്ളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. ഫസ്റ്റ് കുറച്ച് കറി റെഡിയാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ എൻ്റെ കയ്യിൽ മല്ലിയിലൊക്കെ കുറവായിരുന്നു, ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ മല്ലിയിലൊക്കെ ഇതിൽ ഫ്രണ്ടിൽ ഇപ്പം നമ്മൾ ഈ കറി ഇട്ടില്ല ആ സമയത്ത് കുറച്ച് വറുത്ത സവാളയും മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവറായിരിക്കും. ഞാൻ അങ്ങനെ ഇട്ടില്ല, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചെയ്യുക, ഉണ്ടെങ്കിൽ ഇട്ടോ. അതായത് മല്ലിയിലേക്ക് നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു പച്ച മണം ഉണ്ടാവില്ലേ, ആ ഒരു ടേസ്റ്റ് അത് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ സമയത്തൊക്കെ ഇടാട്ടെ. കറിയുടെ മേളിലൊക്കെ കുറച്ച് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ റൈസ് വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമർത്തരുത്, ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. ആദ്യമൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ ഞാൻ കറി ഇട്ട് റൈസ് ഇടുന്ന സമയത്ത് ശരിക്കും ഇങ്ങനെ പരത്തും, ഇങ്ങനെ നമ്മൾ കയ്യിൽ കൊണ്ട് തന്നെ ആ ഒരു ഇതിനോടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ അമർത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് പരത്താനൊന്നും നിൽക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അങ്ങനെ ചെയ്യേണ്ട, ജസ്റ്റ് ഇട്ട് കൊടുക്കുക, ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രം. അപ്പോൾ എനിക്ക് പറ്റിയ കുറച്ച് പോരായ്മകളും തെറ്റുകളും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയണത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു ഇപ്പം ഞാൻ തന്നെ ഇട്ട് കൊടുത്തു, ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും കശുവണ്ടിയും മുന്തിരിയും പിന്നെ നമ്മൾ സവാള വറുത്തത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, അതിൻ്റെ ഒപ്പം എന്താ പറയുക ഇത്തിരി ഗരം മസാല കൂട്ടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ അതാണ് ബെറ്റർ. പക്ഷേ ഞാനത് ചെയ്തില്ല. ഞാൻ റൈസിൽ ഇത്തിരി ഗരം മസാല തൂകിയിട്ട് ഒരു പൊടിക്കിട്ട, ഒരുപാടൊന്നുമില്ല, ഒരു പിഞ്ച് ഇതാക്കിയിട്ട് ഞാൻ എന്താ പറയുക ആ ഒരു സവാള വറുത്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലോട്ട് വീണ്ടും ബാക്കിയുള്ള കറിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് സെയിം റിപ്പീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മേളിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ദം ചെയ്യാൻ മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ വല്ലതും ഞാനിപ്പോൾ ഒരു അടിയിലൊരു തവ വെച്ചിട്ടാണ് കേട്ടോ ദം ചെയ്യണം. കുറച്ച് നേരം വെക്കുക, ഒരു അരമണിക്കൂറൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ ബിരിയാണി ആകാനായിട്ട്. അപ്പോൾ ഇനി നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ബാക്കി കാണാം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് കേക്ക് പീസാക്കി കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്ത് ജസ്റ്റ് ഞാൻ ആദ്യം എൻ്റെ അനിയത്തിക്ക് കൊടുത്തതാണ് കേട്ടോ. എനിക്കിങ്ങനെ കേക്ക് മുഖത്തൊക്കെ കിട്ടാൻ ഇഷ്ടമല്ല, എനിക്കെന്തോ അലർജിയാണ് അങ്ങനെ ആ കേക്കൊക്കെ മുഖത്തേക്കണത്. ഇപ്പം എൻ്റെ അമ്മയാണ് കേട്ടോ ഇത്. ഇപ്പുറത്തേക്കണ എൻ്റെ അച്ഛനാണേ. ഇതെൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ ഫാമിലി മെമ്പേഴ്സായിട്ട് അടുത്ത് വന്ന് കേക്ക് തരുന്ന ഒരു പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട്, ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ, നന്നായിട്ട് എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. എനിക്കൊരുപാട് സന്തോഷമുണ്ട്, കാരണം എല്ലാവരും ഉണ്ടായിരുന്നു കേക്ക് മുറിക്കാൻ നേരത്തും. ഒരുമിച്ച് ഞങ്ങളെല്ലാവരും കൂടി വാതിക്കലിരുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാനിനി ഒരുപാട് ഇങ്ങനെ വളവളാന്നൊന്നും സംസാരിക്കുന്നില്ല, നിങ്ങൾ കണ്ടോളൂ. ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കേക്ക് മുറിക്കുന്നു, ഗിഫ്റ്റ് തരുന്നു, അതൊക്കെ ഞാൻ ഇട്ട് നോക്കുന്നു, ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇനി അങ്ങോട്ട് ഈ വ്ളോഗ് തീരണം വരെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.